IVF ചെയ്തിട്ടും നല്ല നിലവാരമുള്ള എംബ്രിയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ രോഗികൾ ചോദിക്കും എന്നാണ് ഡോക്ടറെ പറ്റിയത്. അവർ വലിയ വിഷമത്തിലാവും, ഡോക്ടറും കുഴയും. ഇംപ്ലാന്റേഷൻ എന്ന ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിത്ത് വളരണമെന്നുണ്ടെങ്കിൽ നല്ല വിത്ത് മാത്രം പോരാ, നല്ല മണ്ണും വേണം. അതുപോലെ എംബ്രിയോയ്ക്ക് ആരോഗ്യമുള്ള ഒരു ഗർഭാശയ അന്തരീക്ഷം ആവശ്യമാണ്. ഏറ്റവും പ്രധാന പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ഹോർമോൺ സന്തുലിതാവസ്ഥ ആകെ മാറും. അവിടെ ഗർഭാശയ പാളിക്ക് എംബ്രിയോ സ്വീകരിക്കാൻ പറ്റാതെയാവും. അമിത ഭാരം എന്നുള്ളത് ഒരു നീർക്കെട്ടാണ്, ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് കോശങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും, ഗർഭാശയ ആവരണത്തിന്റെ കോശങ്ങളിലെ. ഗർഭധാരണത്തിന് മുമ്പ് പ്രമേഹം നിയന്ത്രിക്കുന്നത് വളരെ ആവശ്യമാണ്. തൈറോയ്ഡ് ഹോർമോൺ ലെവലിൽ അപാകതയുണ്ടെങ്കിൽ അത് ഗർഭാശയ ആവരണത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും, അത് അണ്ഡോൽപാദനത്തെയും ബാധിക്കും. ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ വർദ്ധിക്കുമ്പോൾ കോശങ്ങൾക്ക് നീർക്കെട്ടുണ്ടാകും. എൻഡോമെട്രിയത്തിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും ഇംപ്ലാന്റേഷനെ എഫക്ട് ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യം, ഇതെല്ലാം ഉണ്ടായാൽ ഒരിക്കലും ഗർഭധാരണം നടക്കുകയില്ലേ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ രോഗിയുടെ മൊത്തമുള്ള മെറ്റബോളിക് ആരോഗ്യം കൂടി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. സമീകൃതമായ ഭക്ഷണം, സ്ഥിരമായ വ്യായാമം എന്നിവ ചെയ്യണം. അപ്പം നമുക്ക് ഗർഭാശയത്തിന്റെ ആരോഗ്യവും ഇംപ്ലാന്റേഷന്റെ സാധ്യതയും കൂട്ടാൻ പറ്റും. IVFന്റെ സക്സസ് എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു എംബ്രിയോ മാത്രമല്ല, ആരോഗ്യകരമായ ഒരു ആവരണം, എൻഡോമെട്രിയം ഉണ്ടാവണം. നമ്മുടെ എംബ്രിയോയുടെ ആരോഗ്യം മാത്രമല്ല, ശരീരത്തിന്റെ മെറ്റബോളിക് പ്രവർത്തനത്തെ കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. IVFന്റെ വിജയം ലാബിൽ മാത്രമല്ല, രോഗിയുടെ ശരീരവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ മാറ്റം രോഗിയുടെ ശരീരത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടത്.